സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ എടുക്കാറുണ്ട്. അപ്പൊ ആരും നോന്ന് പറയാറില്ല, നോന്ന് പറയുന്നവരുടെ എടുക്കാറുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ തുറന്നിട്ട് വരുമ്പോൾ കാണാൻ ആളുള്ളത്, അല്ലാതെ പുരുഷന്മാര് തുറന്നിട്ട് വരുമ്പോഴോ പുരുഷന്മാർ നിക്കറിട്ട് വന്നാലോ ബെന്നിനിട്ട് വന്നാലോ ഇവിടെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സമൂഹം അത് സ്ത്രീകൾക്കല്ലല്ലോ, പുരുഷന്മാർക്കാണ് ഈ അടച്ചു വെക്കുന്ന കാണാനും ആ ഒരു താല്പര്യമുള്ളത്. അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ സ്ത്രീകൾ അത്യാവശ്യം തുണി എടുത്ത് നടക്കണം. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറയും. അങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യമായിട്ട് വരുമ്പോഴത്തേക്കും ഇവന്മാർ ക്യാമറ ആയിട്ട് വരും. ആ സമയം നിങ്ങൾ പറയണ ക്യാമറ എടുക്കണം, ചീത്ത വിളിച്ചു വിടണം. അതല്ലാതെ നിങ്ങൾ വിട്ടാൽ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ ഇതിനു വേണ്ടി തന്നെ നടക്കും. കാരണം എന്റെ ശരീരം കുറച്ച് കാണിച്ചാലും വേണ്ടിയില്ല, നമുക്ക് ഈ അടുത്തിടയ്ക്ക് റീച്ചായ വളരെ അറിയാം, എന്റെ ശരീരം കുറച്ച് കാണിച്ചാലും വേണ്ടിയില്ല. ഋതുമന്ത്രിയൊക്കെ കഴിഞ്ഞ വട്ടം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് എടുക്കുക, സൂം ചെയ്ത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ എടുക്കാത്തവരും ഉണ്ട്. അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എടുക്കത്തില്ല. പിന്നെ മാത്രവുമല്ല, ഇപ്പോൾ നീലക്കുയിലും വിഷയങ്ങളും 2-3 കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി വരുന്ന സ്ത്രീകൾക്ക് അപ്പൊ അറിയത്തില്ലേ, അതായത് ഇനി വന്നിറങ്ങുന്ന ഒരു അക്കീവന്മാർ ഇങ്ങനെ ക്യാമറയായിട്ട് നിപ്പോ ഉണ്ടാവും. എന്നിട്ടും അവിടെ ഈ പറയുന്ന പോലെ വസ്ത്രമായിട്ട് വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയാണ്. പാലം കടക്കുന്നത് വരെ നാരായണ പിന്നെ